പ്ലീസ്. ഈ വിഷയത്തിൽ നമ്മളെക്കാളൊക്കെ ആധികാരികമായി ഒരുപാട് വർഷങ്ങളിലെ സിനിമാ അനുഭവങ്ങളുമായി ഒരുപിടി നല്ല ചിത്രങ്ങൾ മലയാളത്തിന് നൽകിയ നിർമ്മാതാവ് ശ്രീ ബേബിക്കുട്ടൻ നമ്മോടൊപ്പമുണ്ട്. ശ്രീ ബേബിക്കുട്ടൻ, മലയാള സിനിമ കലാപരമായ അനുദിനം താഴേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഈ അവസ്ഥയ്ക്ക് കാരണം? ഇതൊരു വലിയ പ്രതിസന്ധിയാണോ? ആണെങ്കിൽ പരിഹാര മാർഗങ്ങളുണ്ടോ? 35ഓളം വർഷങ്ങൾക്ക് മുമ്പ് കാഴ്ചക്കാരന് കാമസംതൃപ്തി നൽകിയ ഒരു സിനിമ അത്രയും വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു നടിയെ നായികയാക്കി റീമേക്ക് ചെയ്തപ്പോഴും ആളുകൾ തിയേറ്ററിൽ ഇടിച്ചു കയറി. ആശയം പഴയതാണെങ്കിലും ശരീരഭാഗങ്ങൾ പുതിയ നടിയുടേതാണല്ലോ. ഇത് കലയോടുള്ള അഭിനിവേശമാണോ? അല്ല, കാമകലയോടുള്ള ആവേശം. നിർമാല്യവും എലുപ്പത്തായോ ഒന്നും ആരും എന്താ റീമേക്ക് ചെയ്യാത്തത്? ഒരു പ്രമുഖ നടിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ആളുകൾ തലങ്ങും വിലങ്ങും അയച്ച SMS തമാശ കേട്ടില്ലേ? അങ്ങനെ ഒരു പൊതുമേഖലാ സ്ഥാപനം കൂടി സ്വകാര്യവൽക്കരിക്കപ്പെട്ടു. കാഴ്ചക്കാരൻ ഇങ്ങനെയുള്ളവനായതുകൊണ്ടാണല്ലോ സിനിമ എടുക്കുന്നവനും ഇങ്ങനെ ആയത്. ഉത്തരവാദിത്തം രണ്ടു കൂട്ടർക്കും തുല്യം. സംവിധായകൻ പ്രേക്ഷകരോട് ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന കലയാണ് സിനിമ. പക്ഷേ ആ ഹൃദയം എത്ര പേർക്കുണ്ട്? ഹൃദയം പോട്ടെ, കണ്ണുണ്ടോ? സത്യം പറയാമല്ലോ, ഏതാനും താരങ്ങൾ ചവിട്ടിക്കൊഴിച്ച ചെളിയാണ് ഇന്നത്തെ മലയാള സിനിമ. അവരുടെ ഏറാമൂളികളായി കുറെ സംവിധായകർ. റബ്ബർ കൃഷിയിൽ നഷ്ടം പറ്റി. എന്നാൽ സിനിമയിൽ ഒരു കൈ നോക്കാം എന്ന മട്ടിലെത്തുന്ന നിർമ്മാതാക്കളും ചേർന്നാൽ ചിത്രം പൂർത്തിയായി. ആരാധകർക്ക് താരങ്ങളെ അടുത്തറിയില്ല, അവരുടെ ഉള്ളറിയില്ല. ക്യാമറയ്ക്ക് പിന്നിലെ കടുംപിടുത്തങ്ങളിലൂടെ വ്യാജ ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെ പറ്റി അറിയില്ല. ഉദാഹരണത്തിന് മെഗാസ്റ്റാർ എന്ന് സ്വയം പറഞ്ഞു കിടക്കുന്ന സരോജ് കുമാറിന്റെ കാര്യം തന്നെ എടുക്കാം. സിനിമയിൽ നിന്ന് ഔട്ടാവാൻ തുടങ്ങുന്ന ഘട്ടത്തിലാണ് ഉദയഭാനുവിന്റെ സംവിധാനത്തിൽ ഞാൻ നിർമ്മിച്ച അന്ന് പെയ്ത മഴയിലൂടെ സരോജ് തിരിച്ചു വരുന്നത്. ഉദയഭാനു എഴുതി വെച്ച തിരക്കഥ മോഷ്ടിച്ചോണ്ടുപോയി തന്റേതാക്കിയാണ് അയാൾ തുടങ്ങിയത് തന്നെ. അന്ന് പെയ്ത മഴയ്ക്ക് ശേഷം എല്ലാം ഏറ്റുപറഞ്ഞ് ഉദയഭാനുവിനോട് മാപ്പ് ചോദിച്ചപ്പോൾ അയാൾ നന്നാവുകയാണെന്ന് എനിക്ക് തോന്നി. പക്ഷെ അതുണ്ടായില്ല. ഭാഗ്യനിർഭാഗ്യങ്ങളുടെ നൂൽപാലത്തിലൂടെ സഞ്ചരിച്ച് അയാളുടെ ചില ചിത്രങ്ങൾ കൂടി വിജയിച്ചപ്പോൾ മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീയായി. എന്തൊക്കെ കോപ്രായങ്ങളാണ് അയാൾ ഇപ്പൊ കാണിച്ചു കൂട്ടുന്നത്. ഏതോ ചില പോങ്ങന്മാർ ഇയാളുടെ അഭിനയത്തിന് ദേശീയ അവാർഡ് കൊടുത്തു. ഈ ദേശീയ അവാർഡിന് ഭരത് എന്നുള്ള വിശേഷണം നിർത്തിയിട്ട് കാലം എത്രയോ ആയി. എന്നാലും മറ്റു പലരെയും പോലെ ഇയാളും പേരിനോടൊപ്പം ഭരത് ചേർക്കും. പിന്നെ പത്മശ്രീ, ഡോക്ടർ, ഇതൊക്കെ എങ്ങനെ സംഘടിപ്പിച്ചെടുത്ത് ഒരു പിടിയില്ല. വട്ടവിള ജയകുമാർ പട്ടാളപ്പടത്തിൽ അഭിനയിച്ച് കേണലായപ്പോ ഇയാളും ചെയ്തു 1-2 പട്ടാളപ്പടങ്ങൾ. എന്തിന്? മൂപ്പർക്കും കേണലാവണം. അതൊക്കെ പോട്ടെന്ന് വെക്കാം. നെത്തോലിയുടെ അത്രയുള്ള ഇയാള് എത്ര ഭീമസേനന്മാരെയാണ് സ്ക്രീനിൽ ഇടിച്ചിടുന്നത്? ഒരു മര്യാദ വേണ്ടേ? നാളെ ഇറങ്ങാൻ പോകുന്ന അയാളുടെ പടം ഉണ്ടല്ലോ, പേര് കണ്ടില്ലേ? വെക്കടാ വെടി. എങ്ങനെയുണ്ട്? ആ പേര് കണ്ടപ്പോ എനിക്ക് തോന്നിയത് നമ്മുടെ ഷർട്ട് അഴിച്ച് നെഞ്ച് കാണിച്ച് അവനോട് വെക്കടാ വെടി ഇങ്ങോട്ടെന്ന് പറയാനാ. ഈ വെക്കടാ വെടിയുടെ ക്ലൈമാക്സിൽ ഞാൻ കേട്ടത് 10-15 കടോൽ ഖജന്മാരെ ഇയാൾ ഒറ്റക്കിടിച്ച് നിരത്തുന്നുണ്ടെന്നാ.
വെക്കടാ വെടി, വെക്കടാ വെടി, വെക്കടാ വെടി, വെക്കടാ വെടി. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. അത്യുഗ്രൻ സാർ, സൂപ്പർ സാർ, സൂപ്പർ സാർ. സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ. പക്ഷെ പടം പൊട്ടും. മറ്റ് കഥാപാത്രങ്ങൾ എന്നെ പൊക്കി പറയുന്ന ഒരു 10 സീനെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് 10 ഷൂട്ട് ചെയ്താണ് സാർ. പക്ഷെ 9 ഫൈറ്റും 7 സോങ്ങും എല്ലാം കൂടി പടം 4 മണിക്കൂറായപ്പോൾ കുറെ വെട്ടിക്കളയേണ്ടി വന്നു സാർ. 7ാമത്തെ ഫൈറ്റിൽ ഞാൻ ബൂട്ടിട്ട കാലുകൊണ്ട് പാറയിൽ ചവിട്ടുമ്പോ തീപ്പൊരി പാറിക്കണമെന്ന് പറഞ്ഞിട്ട് രജനി സാറിന്റെ ഒരു പടത്തിൽ അതേ ഷോട്ട് ഉണ്ടെന്ന് ആരോ പറഞ്ഞപ്പോ ഉണ്ടോ? ഓക്കെ, എങ്കിൽ ഞാൻ ചവിട്ടുമ്പോ പാറ പൊട്ടി വെള്ളം ചീറ്റിക്കാമായിരുന്നില്ലേ? എടോ, ഒരു മെഗാസ്റ്റാർ ചവിട്ടുമ്പോ പാറക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കണ്ടേ? തന്റെ ഫസ്റ്റ് പടമല്ലേ ഇത്? അതെ. തന്റെ ലാസ്റ്റ് പടവും ഇത് തന്നെയായിരിക്കും. ഇഡിയറ്റ്. സ്റ്റണ്ട് ചെയ്ത് മനുഷ്യന്റെ നടുവൊടിഞ്ഞത് മിച്ചം. സ്റ്റണ്ട് മാസ്റ്റർ കുശലേമണിയെ വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാ, കേട്ടില്ല. ചൊക്കലിംഗം എന്നെ തൊഴിക്കുമ്പോ അവന്റെ കാലിൽ കെട്ടിയ കമ്പി വലിക്കാൻ പറഞ്ഞിട്ട് ആ കുഷ്മാണ്ടൻ എന്റെ കാലിലെ കമ്പി വലിച്ചു. അങ്ങനെ ഉണ്ടായിട്ടില്ലെന്നാ സാർ ഉശിലൈമണി പറയുന്നത്. സാറിനെ പോലുള്ള ഒരു ബെഡ് റെസ്റ്റ് എടുക്കേണ്ട പ്രായത്തിൽ സ്റ്റണ്ട് ചെയ്യാൻ ഇറങ്ങി തിരിച്ചാൽ ഇങ്ങനെ ഇരിക്കുന്ന അയാള് പറഞ്ഞത്. ബെഡ് റെസ്റ്റ് എടുക്കാൻ അവന്റെ അമ്മായിയമ്മയോട് പറ. വട്ടവിള ജയകുമാറിന് പ്രായമില്ലേ? താനൂർ അബ്ദുള്ളക്ക് പ്രായമില്ലേ? അവരൊക്കെ 50ഉം 100ഉം പേരെ ഇടിച്ചിടുമ്പോ ഞാൻ മാത്രം ഇടിച്ചോണ്ട് നിന്നാ മതിയോ? ഉശിലേമണി എന്റെ ഒരു പടത്തിലും ഇനി അവൻ ഉണ്ടാവില്ല. വിളിച്ചാലും വരത്തില്ലെന്ന് അയാളും പറഞ്ഞു. ഇനി തന്റെ പടവും ഞാൻ ചെയ്യില്ല. ഓ, സന്താനം, സന്താനം. ആരുടെ സന്താനമാണ് സാർ? തന്റെ സന്താനമല്ല, ഡ്രൈവർ സന്താനം. സാർ എങ്ക പോയി പുളിച്ചിട്ടിരിക്കുക കഴുത. എടുത്ത വണ്ടി. Oh my God. പച്ചാളം, തന്റെ കാര്യം ഞാൻ ഇപ്പൊ ആലോചിച്ചതേ ഉള്ളൂ. ഇപ്പോഴും ലൂധിയാനെ തന്നെയാണോ? ബ്രിഗേഡിയർ നിജലിംഗപ്പയെ കണ്ടോ? അതെ, ഞാൻ ചെന്നൈയിൽ തന്നെ. വെക്കടാ വെടിയുടെ പ്രീവ്യൂ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാ. പടം പോക്കാ. ആ സംവിധായകനെ ചൂലുകൊണ്ടടിക്കണം. വീഡി കൂഷ്മാണ്ടൻ. നമ്മുടെ സ്ഥിരം പരിപാടിയെ രക്ഷയുള്ളൂ എന്നാ തോന്നുന്നേ. ആ പൊങ്കൽ ചാലയിലെ പിള്ളേർക്ക് ഓരോ പൈൻറ്റും ഫ്രീ ടിക്കറ്റും കൊടുക്കാൻ വിളിച്ചു പറ. അങ്ങനെ കോഴിക്കോടും കണ്ണൂരും ഒരു സ്ഥലവും വിടണ്ട. എന്നിട്ടും പടം പൊട്ടുകയാണെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല. ഒരു മെഗാസ്റ്റാർ ആവുമ്പോൾ 10 പടം പൊട്ടിയാലും 11ാമത്തെ പടം കഷ്ടിച്ച് രക്ഷപ്പെട്ടാൽ പിന്നെ 5-10 കൊല്ലം സുഖമായിട്ട് മുമ്പോട്ട് പോവാലോ. അതവിടെ നിൽക്കട്ടെ. ബ്രിഗേഡിയർ നിജലിംഗപ്പ എന്ത് പറഞ്ഞു? ജൂണില് മഴ വരുന്നതിന് മുമ്പ് എനിക്ക് എങ്ങനെ കേണലായേ പറ്റൂ. ഓക്കെ. ബോട്ട് ജെട്ടികളുടെ നാടായ കുട്ടനാട്ടിൽ നിന്നും മറ്റൊരു ജെട്ടി, കാവാലം ജെട്ടി. ഇറുക്കത്തിനും മുറുക്കത്തിനും കാവാലം ജെട്ടി. സ്വന്തമായിട്ടൊരു ജെട്ടി ഏറെ നാളായി കൊതിച്ചോരെ, സ്വന്തമായിട്ടിരിക്കട്ടെ കാവാലം ജെട്ടി. ഇനിയുണ്ട്, കാണിച്ചു തരാം. അയ്യോ,
KVR തോർത്തുമുണ്ടുകൾ ഇതുപോലെ തലയിൽ കെട്ടാനും തോർത്താനും തളപ്പ് കെട്ടി തെങ്ങിൽ കയറാനും അത്യുത്തമം. കടുപ്പം തന്നെ. പണം കൊടുത്താൽ നിന്റെ ഭർത്താവ് എന്ത് കോമാളിത്തരം കാണിക്കുമല്ലേ? ഇതൊക്കെ കോമാളിത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവുണ്ടെങ്കിലല്ലേ. ഈ പരസ്യങ്ങൾ കോടതിയിൽ കാണിച്ച് ഇതുപോലെ വൃത്തികേട് കാണിക്കുന്ന ഒരു ഭർത്താവിനെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ആ നിമിഷം നിനക്ക് ഡൈവേഴ്സ് കിട്ടും. ആ വരുന്നുണ്ടെന്നാ തോന്നുന്നേ. കാണിച്ചത് നിനക്ക് ജോക്കർ ഉണ്ടോ? ഇപ്പൊ ഒരു ജോക്കർ ഇവിടെ വന്നു. നീലിമേ, എനിക്ക് നടക്കാൻ വയ്യ, ഒന്ന് എന്നെ വന്ന് പിടിക്കൂ. എനിക്കിവിടെ ലൈഫ് കിട്ടിയിട്ടില്ല, അപ്പോഴാ. നീലിമേ പ്ലീസ്. ഇത്രയും വലിയ ഹീറോ വേറെ ആളിന്റെ സഹായത്തോടെ ഇപ്പൊ നടക്കുന്നതെന്ന് ആളുകൾ അറിഞ്ഞ എന്ത് മോശമാണ് സരോജ്. അത് ശരിയാ. സാറിന്റെ ഒരു പടം നാളെ ഇറങ്ങുന്നുണ്ടല്ലേ? വെക്കടാവെടി സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ഇപ്പോഴുള്ള സാറിന്റെ എല്ലാ പടവും ഇറങ്ങുന്നതിന് മുൻപ് സൂപ്പർ ഹിറ്റ് ആയിരിക്കും. നീലിമേ, എങ്കിൽ പിന്നെ ആ എണ്ണയും കുഴമ്പും ഇങ്ങെടുത്തോളൂ. ഞാൻ കളിക്കുന്നത് കണ്ടില്ലേ സരോജ്? ഷെൽഫിൽ എവിടെയെങ്കിലും കാണും, തപ്പിയെടുത്തോളൂ. എന്നാ നമുക്ക് ഈ ഡിന്നർ അങ്ങ് കഴിച്ചാലോ? ഞാൻ എപ്പോഴേ കഴിച്ചു. സരോജിനുള്ളത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അവനിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ജോലിക്കാരൊക്കെ ഉറങ്ങി കേട്ടോ. രാവിലെ മുതൽ കഷ്ടപ്പെടുന്നതല്ലേ, വിളിച്ചുണർത്തി ഉപദ്രവിക്കണ്ട. ഡിന്നർ കഴിക്കാനൊന്നുമല്ല, എന്നെ ഇവിടുന്ന് എഴുന്നേപ്പിക്കാനുള്ള പണിയാ. ഇപ്പൊ മുറി ചെന്ന് നോക്കിയാ അറിയാം, ഒരു ഫുൾ ബോട്ടിൽ പൊട്ടിച്ച് അടി തുടങ്ങിയിരിക്കും. ഡിന്നർ കഴിച്ചെന്നോ ഇല്ലെന്നോ വരാം. എന്തായാലും രാവിലെ നോക്കുമ്പോ മുറിയിൽ ഛർദിച്ചിരിക്കുന്നത് കാണാം. വൃത്തികെട്ട പടങ്ങൾ ചെയ്ത് നിർമ്മാതാവിന്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്നതിന്റെ കുറ്റബോധം കാണും. അപ്പൊ ആരും കുടിച്ചു പോവും. പാവം മെഗാസ്റ്റാർ. ഹിറ്റ് ഹിറ്റ് അണ്ണാ, സൂപ്പർ ഹിറ്റ് അണ്ണാ. നമ്മ സാറിനോட പുതുപ്പടം വെക്കടപടി ഹിറ്റ്, സൂപ്പർ ഹിറ്റ്. മൈൻഡ് ചെയ്തില്ല. സൂപ്പർ ഹിറ്റ്. പേടിക്കണ്ട, ഞാനാ. മാഡം, സാറിന്റെ പടം സൂപ്പർ ഹിറ്റ്. ഇവിടെ സാർ എണീറ്റില്ലേ? സാർ അവിടെ സ്വിമ്മിംഗ് പൂള് വൃത്തിയേടാക്കിക്കൊണ്ടിരിക്കുക. ആണോ? നിക്ക്, സത്യം പറ ബാബു, വെക്കടാ വെടി നല്ല പടമാണോ? അയ്യോ എന്റെ മാഡം, സാറ് കലക്കി പൊളിച്ചിരിക്കുക. എന്തോ അപ്ലാസ്. ഞാൻ വേഗം ചെന്ന് പറയട്ടെ. സൂപ്പർ ഹിറ്റ്, സൂപ്പർ ഹിറ്റ്. സരോജ് സാറേ, കുളി മതിയാക്കി വേഗം കയറി വാ സാറേ. വെക്കടാ വെടി സൂപ്പർ ഹിറ്റ് ആകാൻ വേണ്ടി വടപളനി കോവിലിൽ നേർച്ച ഉണ്ടായിരുന്നു. ഇതാ പ്രസാദം. അപ്പൊ വെക്കടാവെടി ഹിറ്റായോ? കൊള്ള ഹിറ്റ് ആയോന്നോ? ബമ്പറാ സാറേ. ചെന്നൈയിൽ 6 ഇടത്താണല്ലോ റിലീസ്. ഞാൻ കണ്ടത് നമ്മുടെ സംഘത്തിന്ന. രാവിലെ ചെല്ലുമ്പോ കാട്ടല് പോലെയാ ജനക്കൂട്ടം. എന്റെ സാറേ, 36ാമത്തെ സീനില് മെയിൻ വില്ലനെ കാണുമ്പോ സാറിന്റെ കണ്ണീന്ന് തീപ്പൊരി വരുന്നില്ലേ? ആൾക്കാർ എഴുന്നേറ്റ് നിന്നായിരുന്നു കയ്യടി. പിന്നെ കെട്ടിടത്തിന്റെ ടെറസിൽ കൂടി ബൈക്കിൽ പറന്ന് വന്ന് ഒരു പോറൽ പോലും പറ്റാതെ ചാടി ഡൈവ് ചെയ്ത് ഇറങ്ങിയ ഒരു നിൽപ്പുണ്ടല്ലോ. സത്യം സാർ, കോരി കോരി തരിച്ചു പോയി. சார் யாரோ ஒரு கடல் வண்டி மாதவன் கெயிட்ல வெயிட் பண்ணிட்டு இருக்கு. കടൽ വണ്ടി മാധവനോ? അതാരാ? കടലുണ്ടി മാധവൻ പുതിയൊരു ഡയറക്ടറാ. വരെ സൊല്ല്. சரி சார். അതെ, സാറൊരു കാര്യം അറിഞ്ഞോ? വെക്കടാവടി പൊട്ടാൻ വേണ്ടി വട്ടവിള ജയകുമാർ ഗുരുവായൂരിൽ ശയനപ്രദക്ഷിണം നടത്തിയെന്ന്. അവനൊക്കെ സ്വയം നശിച്ചോളും. താനൂർ അബ്ദുള്ള മംഗലാപുരം പള്ളിയിൽ നേർച്ചയായിട്ട് ഒരു ആടിനെ കൊടുത്തു നമ്മുടെ പടം പൊട്ടാൻ. സാരമില്ല, അടുത്ത ആഴ്ച അവന്റെ ചുറ്റിക്കളി തട്ടിക്കളി ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പള്ളിയിൽ 100 ആടിനെ കൊടുക്കും. ദൈവത്തിന് അങ്ങനെ പക്ഷഭേദമൊന്നുമില്ലടാ. ആര് കൂടുതൽ ആടിനെ കൊടുക്കുന്നോ ദൈവം അവരുടെ കൂടെ നിൽക്കും. അത്രയേ ഉള്ളൂ. ഈ വെക്കടാവെടി മാത്രമേ എനിക്ക് സ്വല്പം സംശയം ഉണ്ടായിരുന്നുള്ളൂ. തുടങ്ങാൻ പോകുന്ന പടങ്ങളൊക്കെ എപ്പോ ഹിറ്റായി എന്ന് ചോദിച്ചാ മതി. ഈ തുടങ്ങാൻ പോകുന്നത് ഏതൊക്കെയാണ് സാർ? ജൂലൈയിൽ ഇരുകാലി മൃഗം. നല്ല പേര്. ഇതിൽ ആരാണ് സാർ ഇരുകാലി? ഞാനല്ലാതെ വേറെ ആര്? എനിക്ക് തോന്നി. പക്ഷെ ക്ലൈമാക്സിൽ ഞാൻ നന്നാവും. അത് വേണമല്ലോ. ഗുഡ് മോർണിംഗ് നമസ്കാരം സാർ. മിസ്റ്റർ കടലുണ്ടി. സാർ ശബ്ദം. മിസ്റ്റർ കടലുണ്ടി, ഇന്നത്തെ കാണോ ഞാൻ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് തന്നത്? അതെ സാർ.
എങ്കിൽ പെട്ടെന്ന് കഥ പറഞ്ഞ് പോയിക്കോളൂ. എനിക്കിന്ന് വേറെ 17 കഥകൾ കേൾക്കാനുള്ളതാ. 17 അല്ല സർ, 28. ഓ, വലഞ്ഞത് തന്നെ. എങ്കിൽ കഥ തുടങ്ങിക്കോളൂ. സാർ ഇദ്ദേഹം ഇത് മുട്ടത്തറ ബാബു, സരോജ് കുമാർ ഫാൻസ് അസോസിയേഷന്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ എന്റെ മേക്കപ്പ് തൊട്ട് എല്ലാം നോക്കുന്നത് ഇവനാ. ഭയങ്കര ആത്മാർത്ഥതയാ. ഞാൻ മരിക്കണമെന്ന് പറഞ്ഞ അപ്പ മരിക്കും. സാർ ഇതുവരെയും മരിക്കണമെന്ന് പറയാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ തുടങ്ങൂ, ബാബു അവിടെ തന്നെ നിൽക്കും. നിങ്ങൾ പറയുന്ന കഥ ലോ ക്ലാസ്സിന് ഇഷ്ടപ്പെട്ടാലല്ലേ പടം ഹിറ്റാകൂ. അതുകൊണ്ട് ഇപ്പൊ എന്റെ എല്ലാ കഥകളും ബാബുവിന് ഇഷ്ടപ്പെടുന്നുണ്ടോന്നാ ഞാൻ നോക്കുന്നത്. കഥ പറഞ്ഞോളൂ. സാർ ഒരു ചെത്തുകാരനാണ്. അതെ, ഞാൻ ചെത്തുകാരനാണ്. അതുകൊണ്ട് കഥയിലെ കഥാപാത്രത്തിന്റെ കാര്യമാണോ പറഞ്ഞത്? അതെ സാർ. കൊള്ളാം, ചെത്തുകാരൻ, കറക്റ്റ് ലുക്ക. അല്ല സാർ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രമല്ലേ? പുതുമ. കഥ തുടങ്ങുമ്പോൾ ഈ ചെത്തുകാരൻ ദരിദ്രനാണ്. അത് കുഴപ്പമില്ല. പക്ഷെ എത്ര ദരിദ്രനാണെങ്കിലും ജീൻസും ടൈറ്റ് ടീഷർട്ടും കൂളിംഗ് ഗ്ലാസും ധരിച്ച് ആള് തെങ്ങി കയറൂ. അല്ല, അതൊക്കെ ധരിച്ചാൽ സാറിന് തെങ്ങമ്മക്കാരൻ ബുദ്ധിമുട്ടാവില്ലേ? ഞാൻ തെങ്ങിൽ കയറുന്നതായി ക്ലോസപ്പിൽ ഇങ്ങനൊരു ഷോട്ട് കൊടുത്താൽ പിന്നെ കയറുന്നത് ഡൂപ്പായിരിക്കുമല്ലോ. ഓക്കെ സർ. പെട്ടെന്ന് കഥ പറയൂ. ഭയങ്കര കഠിനാധ്വാനിയായ ഈ ചെത്തുകാരൻ ഒരു ദിവസം തന്നെ 100 തെങ്ങിൽ കയറും. അങ്ങനെ തെങ്ങിൽ കയറി തെങ്ങിന്റെ മണ്ടയ്ക്കെത്തും. ഒന്ന് വേഗം കഥ പറഞ്ഞു തൊലയ്ക്കണോ. ഇയാളുടെ ഒരു കയറി. അങ്ങനെ സമ്പാദിക്കുന്ന പണം കൊണ്ട് അയാൾ IAS പരീക്ഷയ്ക്ക് പഠിക്കുകയാണ്. എന്നിട്ട് സാറ് മുങ്ങിയ പൊങ്ങുന്നതിന് മുമ്പ് കഥ പറഞ്ഞു തീർത്തോ. ഇല്ലെങ്കിൽ ബാക്കി കഥ സാറുണ്ടാക്കി തനിക്ക് പറഞ്ഞു തരും. മെഗാസ്റ്റാറുകളൊക്കെ അങ്ങനെ ക്യാരക്ടർ പറഞ്ഞാ മതി, ബാക്കി കഥ അവരുടെ സൗകര്യത്തിന് അവരുണ്ടാക്കും. സാർ കഥ കൊള്ളാം. നമുക്ക് സാറിനെയും കുറച്ച് സഹചെത്തുകാരെയും വെച്ച് ഒരു ഗ്രൂപ്പ് ഡാൻസിന് ചാൻസ് ഉണ്ട്. ഞാൻ വെള്ളത്തിൽ മുങ്ങിയപ്പോ ചെത്തുകാരന്റെ ബാക്കി കഥ കിട്ടി. പറഞ്ഞു തരാം. ബാബു ഇവരെ അകത്ത് കൊണ്ടുപോയി ഇരുത്തു. ഞാനിപ്പോ വരാം. ശരി സാർ. ഇപ്പൊ എങ്ങനെയുണ്ട്? അകത്തോട്ട് വരും. ഇരിക്കേ. ഹിന്ദി നായികമാര് വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ? ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ സാറിന്റെ കാൾ ഷീറ്റ് പ്രയാസമായിരിക്കും. എഴുന്നേക്ക്. ഈ ചെത്തുകാരൻ ഒരു സാധാരണ ചെത്തുകാരനായിരിക്കില്ല. സർ സ്കോച്ച് എടുക്കാറായോ? ഇന്ന് ബുധനാഴ്ചയല്ലേ? എന്താ ബാബു, ഈ ബുധനാഴ്ച ഞാൻ കോണിയാക്കല്ലേ കഴിക്കുന്നത്? ഞാൻ പറയും 100 തെങ്ങിലൊന്നും എന്റെ ചെത്തുകാരൻ കയറുകയില്ല. ചെത്തുകാരന്റെ കഠിനമായ അധ്വാനം കാണിക്കാനാണ് സാർ ഒരുപാട് തെങ്ങിൽ കയറുന്നത്. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കൂ. ഒരു തെങ്ങിന്റെ മണ്ടയിൽ കയറി ചെത്തിക്കഴിഞ്ഞാൽ ആടി ആ തെങ്ങ് വളച്ച് ഈ ചെത്തുകാരൻ അടുത്ത തെങ്ങിലേക്ക് ചാടുകയാണ്. കവുങ്ങാണെങ്കിലല്ലേ സാർ അങ്ങനെ വളയ്ക്കാൻ പറ്റൂ? ആര് പറഞ്ഞു? അതെ, ആര് പറഞ്ഞു? ഈ മെഗാസ്റ്റാർ ഏത് തെങ്ങും വളയ്ക്കും. ഗ്രാഫിക്സിലൂടെ തെങ്ങ് വിളക്കാലോ. ആളുകൾ വിശ്വസിക്കുവോ സാർ? ബാബു അല്ലേ പറഞ്ഞത് പടം ഹിറ്റാണെന്ന്? വെക്കടാ വെടി. പേര് പോലെ തന്നെ വെടിയായി പൊട്ടി. ഞാൻ കാണുമ്പോ പടം ഹിറ്റായിരുന്നല്ലോ. ഹിറ്റ് തന്നെ തലയ്ക്കാ കിട്ടേണ്ടത്. എത്ര പേര് വിളിച്ചെന്നറിയോ? ചാവറ് പടമാണെന്നും പറഞ്ഞ് വിളിച്ചത് വട്ടവിളയുടെയും താനൂർ അബ്ദുള്ളയുടെയും ആളുകളായിരിക്കും. നീലിമ, ഞങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കൂ. കുടിച്ചാ ബോധം കെടുന്ന സാധനമാ നല്ലത്. തുടക്കം മുതൽ ഒടുക്കം വരെ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൂവുക അത്ര. തിയേറ്ററിലെ സീറ്റുകളെല്ലാം കുത്തി കീറുക. എന്റെ 1-2 ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്നറിയോ? നാണമില്ല ഈ മനുഷ്യന്, ഇനിയെങ്കിലും ഈ പണി നിർത്തിക്കൂടെന്ന്. സ്വല്പം നടുവേദനയുണ്ട്. ഹൈദരാബാദിൽ സിംഹവുമായിട്ടുള്ള ഫൈറ്റിനിടയിൽ പറ്റിയതാ. ഒരു ടാബ്ലറ്റ് കഴിച്ചു വരാം. നീലിമേ, ഇവിടെ ഇഷ്ടം പോലെ കാറുകളില്ലേ? ഓടിക്കാൻ ഡ്രൈവർമാരില്ലേ? കിടക്കാനോ വിശ്രമിക്കാനോ AC റൂമുകൾ നിരവധിയില്ലേ? സിനിമ കാണാൻ ഹോം തിയേറ്റർ ഇല്ലേ? ഷോപ്പിങ്ങിനാണെങ്കിൽ എത്ര കോടികൾ വേണമെങ്കിലും ഞാൻ തരില്ലേ? എന്നിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്തിനെന്നെ ഇങ്ങനെ അപമാനിക്കുന്നു? ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു മെഗാസ്റ്റാറല്ലേ ഞാൻ. ഈ അവസാനം പറഞ്ഞ മെഗാസ്റ്റാർ വിചാരം ഉണ്ടല്ലോ, അത് തന്നെ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം.
ആദ്യം സരോജ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ആകാശത്ത് നിന്ന് ഭൂമിയിലോട്ട് ഇറങ്ങി വാ. നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഞാനൊരു മെഗാസ്റ്റാർ ആണ് എന്നുള്ള വിചാരമുണ്ടല്ലോ. പടങ്ങൾ വരിവരിയായി പൊട്ടിക്കൊണ്ടിരിക്കുക. ആരാധകര് തിരിഞ്ഞു നോക്കാതാവുമ്പോ ഊതി വീർപ്പിച്ച ഈ ബലൂൺ പൊട്ടും. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും. അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നാലും എന്റെ വിചാരം മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഒന്നേ ചോദിക്കുന്നുള്ളൂ, നീലിമയ്ക്ക് ഇവിടെ എന്താണ് ഒരു കുറവ്? സരോജ തന്നെയാണല്ലോ ഏറ്റവും വലിയ കുറവ്. ദാമ്പത്യ ജീവിതത്തിന്റെ ശരിയായ അടിത്തറ പരസ്പരമുള്ള തെറ്റിദ്ധാരണയാണെന്ന് ഏതോ രസികൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തെറ്റിദ്ധരിക്കാനെങ്കിലും കഴിഞ്ഞാൽ മതിയായിരുന്നു. ഇതിപ്പോ ഉള്ളി തൊലിച്ചതുപോലെ എല്ലാം വെളിപ്പെട്ടു പോയില്ലേ? ഇതൊക്കെ വെറും ആർട്ട് സിനിമയിലെ ഡയലോഗാ. അനുഭവങ്ങളാ എന്നെ ആർട്ടാക്കിയത്. സരോജിന്റെ നായികയായി ആദ്യമായി സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോ വേറൊരു പൈങ്കിളി പെണ്ണായിരുന്നു ഞാൻ. അതുകൊണ്ടാണല്ലോ സരോജിന്റെ പൊള്ളയായ ഡയലോഗുകൾ മുഴുവൻ ഞാൻ വിശ്വസിച്ചു പോയത്. അന്നത്തെ എന്റെ കാഴ്ചയിൽ നിങ്ങളൊക്കെ വളരെ ഉയരത്തിലുള്ളവർ. അങ്ങനെ ഒരാള് ആദ്യ ദിവസം മുതൽ എന്റെ ഓരോ ചെറിയ കാര്യങ്ങളിലും എടുത്ത കെയർ, സത്യത്തിൽ എനിക്ക് അത്ഭുതവും ആദരവും തോന്നി. എല്ലാം ഉണ്ടായിട്ടും സ്നേഹിക്കാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണെന്ന് പറഞ്ഞപ്പോ ശരിക്കും സങ്കടപ്പെട്ടു. പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിൽ ഇരുളടഞ്ഞ എന്റെ ജീവിതത്തിലേക്ക് ഒരു മെഴുകുതിരി നാളമായി കുട്ടി വരുമോ എന്ന് ചോദിച്ചപ്പോ എന്റെ ഉള്ളുരുകിപ്പോയി. പിന്നീടല്ലേ അറിഞ്ഞത് ഇതേ ഡയലോഗുകൾ വേറെ ഒരുപാട് പേരുടെ അടുത്ത് പയറ്റ് ചീറ്റിപ്പോയതാണെന്ന്. ഇതേ ഡയലോഗുകൾ ഞാൻ ആരോട് പറഞ്ഞു? ശോഭനയോട് പറഞ്ഞിട്ടില്ലേ? മഞ്ജു വാര്യരോട് പറഞ്ഞിട്ടില്ലേ? കാവ്യമാധവനോട് പറഞ്ഞിട്ടില്ലേ? അവർക്കൊക്കെ ബുദ്ധി ഉണ്ടായിരുന്നതുകൊണ്ട് ട്രാപ്പിൽ വീണില്ല. ഞാൻ വിട്ടി സരോജിന്റെ പ്രായം പോലും നോക്കാതെ കൂടെ ഇറങ്ങി തിരിച്ചു. ഏറ്റവും ചുരുങ്ങിയത് ഒരു മനുഷ്യന്റെ കൂടെയാണ് ജീവിക്കുന്നത് എന്നൊരു തോന്നലെങ്കിലും മതിയായിരുന്നു. ഈ ബലൂണിന്റെ കൂടെ എത്ര നാൾ ജീവിക്കും? ബാബു, എന്താ സാർ? കഥ പറയാൻ വന്നവർ വേറെ ചെത്തുകാരനെ അന്വേഷിച്ചു പോയി. ഒറ്റക്കൊമ്പം പടത്തിന്റെ സോങ് നാളെ തുടങ്ങിയില്ല എങ്കിൽ പ്രൊഡ്യൂസർ വിഷം കുടിച്ചു മരിക്കുമെന്ന് ഇപ്പൊ വിളിച്ചു പറഞ്ഞു. മരിച്ചില്ലെങ്കിൽ ഞാൻ അവനെ കൊല്ലുമെന്ന് വിളിച്ചു പറഞ്ഞേക്ക്. ഡെൻമാർക്കിൽ ഷൂട്ട് ചെയ്യാമെന്ന് ഏറ്റിട്ട് ഇപ്പൊ അവൻ പറയാ ഇവിടെ തന്നെ മതിയെന്ന്. പന്നൻ. വെക്കടാവിടെ ഹിറ്റാണെന്ന് നീ എന്തിനു നുണ പറഞ്ഞു? സാർ, സാറിന്റെ ഓരോ പുതിയ പടം ഇറങ്ങുമ്പോഴും പൊട്ടി പൊട്ടി എന്ന് പറഞ്ഞ് ഞാൻ മടുത്തു സാർ. മാത്രമല്ല സാറിന്റെ വിഷമം കാണുമ്പോ എനിക്ക് കരച്ചിലടക്കാനും കഴിയുന്നില്ല സാർ. സത്യമാണ്. എന്തിനടാ ബാബു ദൈവം നിനക്ക് ഇത്രയും ആത്മാർത്ഥത തന്നത്? അതാ സാർ എനിക്ക് മനസ്സിലാകാത്തത്. ഇന്നൊരു തമാശ ഉണ്ടായി ബാബു. ഞാൻ പുറത്തു പോയി വരുമ്പോ ഗേറ്റിൽ 3-4 തമിഴര് നിൽക്കുക. ഡോക്ടർ സരോജ് എന്നുള്ള നെയിം ബോർഡ് കണ്ടിട്ട് സന്ധിവാദത്തിന് ചികിത്സ തേടി വന്നതാ. ഞാൻ അവരോട് പറഞ്ഞു ഇത് വേറെ ഡോക്ടറാ, പ്രീ ഡിഗ്രി തോറ്റ ഡോക്ടർ. ബാബു, ആ ജ്യോത്സ്യൻ കാറ്റുപായ ഗോപീകൃഷ്ണനെ ഒന്ന് വിളിക്കണം. എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നൊന്നറിയാനാ. സാർ, അപ്പൊ നാളത്തെ ഒറ്റക്കൊമ്പന്റെ ഡാൻസിന്റെ കാര്യം? ഈ നടുവൊടിഞ്ഞ് ഞാൻ എങ്ങനെയാടോ പാട്ടും ഡാൻസും ഒക്കെ ചെയ്യുന്നത്? സാർ, ഒപ്പമുള്ള നായികമാരും നടുവൊടിഞ്ഞ മട്ടിൽ ഡാൻസ് ചെയ്യുന്ന രീതിയിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ഹലോ, ആരാണ്? ആര്? പച്ചാളം ബാസിയോ? എന്തു വേണം? ഇല്ല, ഇപ്പോൾ കാണാൻ സൗകര്യപ്പെട്ടില്ല. എനിക്ക് ഫോർട്ട് വെച്ച് വരെ എത്തണം. ഷൂട്ട് അവിടെയാ. ഇപ്പൊ തന്നെ വൈകി, നടക്കില്ല. ഓഹ്, ഒരു കാര്യം ചെയ്യും, ലോബിയിൽ വെയിറ്റ് ചെയ്യ്. ഞാൻ ഇറങ്ങുമ്പോ കാണാൻ ശ്രമിക്കാം. ഇപ്പൊ തുറപ്പന്മാരുടെ സീസണാണോ? ആ പച്ചാളം ബാസി ഇറങ്ങിയിരിക്കുന്നു എന്നെ കാണാൻ. അയാളിപ്പോ വലിയ പ്രൊഡ്യൂസർ അല്ലയോ? അസറ്റ്സ് കണ്ടമാനം ഉണ്ടാക്കിയെന്നാ കേൾക്കുന്നേ. അതെ അതെ, സ്വന്തം പണം മുടക്കി നിർമ്മാണത്തിന് ഇറങ്ങുന്നവർക്കല്ലേ നഷ്ടം വരൂ. ക്ഷമിക്കണം റഫീഖ് സാറേ, 1 മിനിറ്റ് ഒന്ന് കാണുക, അഭിനന്ദനം അറിയിക്കുക, ഉടനെ മടങ്ങുക, അത്രയേ ഉള്ളൂ.
ഹാർദമായ അഭിനന്ദനങ്ങൾ. റഫീഖ് സാറിന് ദേശീയ അവാർഡ് കിട്ടിയ സമയത്ത് ഞാൻ വടക്കേന്ത്യൻ പര്യടനത്തിലായിരുന്നു. ഇയാള് ലോബിയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇപ്പൊ പോയേക്കാം, ഉടനെ പോയേക്കാം. അല്ല, വടക്കേന്ത്യയുടെ പണിയൊക്കെ കഴിഞ്ഞു. രാജപ്പന് ഉടനെ കേണൽ പദവി കിട്ടുമോ? രാജപ്പനോ? ഓ, സരോജ് കുമാർ, നിങ്ങൾ പണ്ടത്തെ കൂട്ടുകാരാണല്ലോ. കേണൽ പദവി എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ സിനിമയിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം രാജപ്പനെ കേണലാക്കാൻ വേണ്ടി പച്ചാളം ബാസി ഉത്തരേന്ത്യ മുഴുവൻ കറങ്ങണമെന്ന്. എന്നിട്ട് പട്ടാള ഉദ്യോഗസ്ഥന്മാര് വല്ലവരും വീണോ? ഇതാണ് ഈ മലയാളികളുടെ കുഴപ്പം. ആരെങ്കിലും എന്തെങ്കിലും അപകടം പറഞ്ഞുണ്ടാക്കിയാൽ അത് നാക്കി പോലും തൊടാതെ അണ്ണാക്കി തുടങ്ങി വിഴുങ്ങുക. ലുധിയാനയിൽ ബ്രിഗേഡിയർ നിജലിംഗപ്പയെ ഏത് ദിവസം ഏത് സമയത്ത് കണ്ടെന്ന് ഞാൻ പറയട്ടെ. നിജലിംഗപ്പയെ ഞാൻ കണ്ടു. ഞാൻ എന്റെ മകളുടെ കല്യാണത്തിന് ക്ഷണിച്ചു എന്നുള്ള നേരം. പഠിക്കണേ, ഈ നിജലിംഗപ്പയും പച്ചാള സാറും അളിയന്മാരാ. അതുകൊണ്ടാ ലുധിയാന വരെ പോയി അയാളെ കല്യാണം വിളിച്ചത്. പച്ചാളം, എന്തോ ദേശീയ അവാർഡ് കിട്ടിയെന്ന് എന്നെ അഭിനന്ദിക്കാൻ വന്നതല്ലെന്നറിയാം. എന്താ ശരിക്കുള്ള കാര്യം? പെട്ടെന്ന് പറ. സത്യം പറയാലോ, റഫീഖ് സാർ ആളൊരു കുറുക്കനാ. ചെന്നായ്ക്കളുടെ നടുവിൽ കുറുക്കനെങ്കിലും ആയില്ലെങ്കിൽ ഓടി രക്ഷപ്പെടുന്നത് എങ്ങനെയാ? അടുത്ത മാസം ഞാനൊരു പുതിയ പടം തുടങ്ങുകയാണ് ചെന്നൈയിൽ. ഇൻസ്റ്റിറ്റ്യൂട്ടുകാരനൊരു അലക്സാണ് തിരക്കഥ സംവിധാനം. ഉഗ്രനൊരു ക്യാരക്ടർ. 12 ദിവസം മതി, വന്നൊന്ന് അഭിനയിച്ചു തരണം. സൗകര്യപ്പെടില്ല. പതിവ് പോലെ സാറിന്റെ നായകൻ രായപ്പൻ തന്നെ ആയിരിക്കുമല്ലോ. അയ്യോ, റഫീഖ് സാറേ, സരോജ് സാർ ഇപ്പൊ പഴയ ആളൊന്നും അല്ല. അതേ, പഴയ ആളല്ല. സ്റ്റണ്ട് ചെയ്ത് നടു ഒടിഞ്ഞിരിക്കല്ലേ, പടങ്ങളാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. റഫീഖ് സാറേ, റഫീഖ് സാറേ, റഫീഖ് സാറേ, രാജപ്പന്റെ കഥാപാത്രത്തെ ഇടയ്ക്കിടയ്ക്ക് പുകഴ്ത്താനും ആള് ഭയങ്കരനാണെന്ന് പറയാനും കുറച്ച് ഏഴാം കൂലികൾ ചുറ്റും വേണം. അതിലൊന്നും ഞാൻ. മറ്റതാരൊക്കെയാ? അയ്യോ സാറേ, ഇത് കഥ വേറെയാ. എന്നെ കിട്ടില്ല. പറയുന്ന കാശ് തരാം. എന്നെ ഒഴിവാക്കിയാൽ പറയുന്ന കാശ് ഞാൻ അങ്ങോട്ട് തരാം. അവനെ കാണുമ്പോ തന്നെ എനിക്ക് കലി കയറും. പിന്നെ ഒന്നിച്ചുള്ള അഭിനയം ആളെ വിട് സാറേ. റഫീഖ് സാറേ, റഫീഖ് സാറേ, ഡെയിലി 1 ലക്ഷം വെച്ച് തരാം. 1 5, 1 10. എന്താ ലേലം വിളിയ? റഫീഖ് സാറേ, റഫീഖ് സാറേ. റഫീഖെ, പച്ചാളത്തിന്റെ പടത്തിൽ റഫീഖ് അഭിനയിക്കണം. അയ്യേ, ഞാനൊന്നുമില്ല. ഒരു ചീഞ്ഞ സെറ്റപ്പ് അത്. പക്ഷെ ഇൻഡസ്ട്രിയിലുള്ള ടോക്ക് അലക്സാമൽ മിടുക്കൻ ഡയറക്ടറാണ്. പിന്നെ സരോജ് കുമാർ ജാട കാണിച്ചാ തിരിച്ച് നല്ല പണി തനിക്കും കൊടുക്കാലോ. ഈ കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തല്ലേ വേണ്ടത്. അതും ഒരു കണക്കിന് ശരിയാ. പിന്നല്ലാതെ. നിസാം, ഫസ്റ്റ് ഷോട്ട് ജയിൽ പുള്ളികൾ നടന്നു നീങ്ങുമ്പോൾ വിൽ ഗോ അപ്പ്. ഓക്കെ സർ. ജൂനിയർ ആർട്ടിസ്റ്റ് ജയിൽ പുള്ളികൾ ഇനിയും വൈകും. ഇല്ല സർ, അവരുടെ ട്രക്ക് കഴിഞ്ഞു. ഓക്കെ, സമയം കളയണ്ട. ട്രക്ക് ആ പാറക്കൂട്ടത്തിനടുത്ത് നിർത്തിയാൽ മതി. 2 വരിയായി പ്രിസണേഴ്സ്, ഇരുവശങ്ങളുമായി ജയിൽ ഓഫീസേഴ്സ്. ഓക്കെ സർ. ഓക്കെ. എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റുകളും ഇറങ്ങണോ? ശീഘ്രം ഇറങ്ങണോ? ശീഘ്രം ശീഘ്രം. எல்லாரும் லைனா நில்லுங்க ஐயா. போலீஸ் லைனா நில்லுங்க. ശ്യാം, எல்லாரும் லைனா நில்லுங்க. ശ്യാം, ഇവിടെ. யோ, யார் அது? லைன்ல நிக்க சொன்ன புரிய மாட்டீங்களா? இங்க வா. രവി, അയാളെ ഞാൻ വിളിച്ചതാ. ഓക്കെ സർ. ഇത് അലക്സിന്റെ പടമായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ജയിൽ പുള്ളി. ശിവൻകോവിൽ സ്ട്രീറ്റിൽ ഏജന്റ് വന്ന് പറഞ്ഞു കുറച്ച് ജയിൽ പുള്ളികളെ ആവശ്യമുണ്ടെന്ന്. യൂണിഫോമും തന്നു. വൈകുന്നേരം വരെ നിന്നാ 400 രൂപ. 100 രൂപ ഏജന്റ് എടുക്കും, ബാക്കി 300 കൈ കിട്ടും. അലക്സ് ഫിലിം ചെയ്യുന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. ഷൂട്ട് തീരാറായോ? ഒരു മിനിറ്റ്, ഒന്ന് വരൂ. ജോലി, അതിൽ നല്ലതും ചീത്തയും അങ്ങനൊന്നുമില്ല. പക്ഷേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഫസ്റ്റ് റാങ്കോടെ ആക്ടിംഗ് കോഴ്സ് പാസ്സായ ശ്യാമിനെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. ജീവിതത്തിൽ അഭിനയത്തിന് പരിമിതികളുണ്ട് അലക്സ്. കാശ് കൊടുത്ത് ഇഡ്ഡലി വാങ്ങാതെ ഇഡ്ഡലി തിന്നുന്നതായിട്ട് അഭിനയിക്കാൻ കഴിയുമോ? ചെരുപ്പില്ലാതെ ചെരുപ്പിട്ട് നടക്കുന്നതായിട്ട് ഭാവിക്കാൻ പറ്റുമോ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻ്റെ ഡിപ്ലോമ ഫിലിമിൽ ശ്യാം അഭിനയിച്ചു. അതല്ലാതെ തന്നെ നമ്മൾ സുഹൃത്തുക്കളായിരുന്നു. ശ്യാമിൻ്റെ വേറെ ബോക്സ് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനൊരു സിനിമ ചെയ്യാൻ പോകുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് എന്നെ കോണ്ടാക്ട് ചെയ്യായിരുന്നില്ല. ചെയ്യാതിരുന്നത് മനഃപൂർവ്വമാണ്.
ഇത്തരം സന്ദർഭങ്ങളിൽ അടുപ്പമുള്ളവരാണ് അകന്ന് നിൽക്കേണ്ടത്. ഒരു പുതിയ സംവിധായകൻ നേരിടേണ്ടി വരുന്ന പ്രഷർ ഞാൻ മനസ്സിലാക്കണമല്ലോ. അലക്സിൻ്റെ ഈ പടം ഒരു വലിയ വിജയമാവട്ടെ. ശേഷം ഞാൻ ധൈര്യമായിട്ട് അലക്സിനെ വന്ന് കാണും. ശരി, ഓക്കെ. അലക്സിന്റെ മൊബൈൽ ഓഫ് ആണല്ലേ? ഞാൻ രാവിലെ മുതൽ ട്രൈ ചെയ്യുന്നു. കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിൽ റഫീഖിന്റെ കാൾ ഷീറ്റ് ഒപ്പിച്ചു. ഇനി എത്രയും പെട്ടെന്ന് ലൊക്കേഷൻ കണ്ടുപിടിക്കണം, തുടങ്ങണം. എന്റെ ആശങ്ക അതൊന്നുമല്ല. സരോജിന്റെ കാര്യമില്ലേ? ഞാൻ എത്ര വട്ടം പറഞ്ഞു അലക്സേ, പച്ചാളം ബാസി നിർമ്മിക്കുന്ന പടത്തിൽ സരോജ് കമാന്നൊരക്ഷരം മിണ്ടാതെ അഭിനയിച്ചു പോകും. താങ്കളുടെ നിർബന്ധം കാരണം ഈ പ്രോജക്റ്റ് ഏറ്റുപോയെങ്കിലും ഷൂട്ട് അടുത്ത് വരുന്തോറും വേണ്ടായിരുന്നെന്ന് തോന്നല. എന്നാ ഞാൻ അലക്സിനോട് ഒരു രഹസ്യം പറയാം. ഞാൻ നിർമ്മിക്കുന്ന എല്ലാ പടത്തിലും സരോജ് ഒരു രഹസ്യ പാർട്ണറാണ്. ഡയറക്ടറോട്ട് തല്ലുകൂടിയാൽ അങ്ങേർക്കും കൂടിയല്ലേ പാർട്ണർ എന്ന് പറഞ്ഞാൽ അങ്ങേര് പണം ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അതിപ്പോ ഞാനും ഇൻവെസ്റ്റ് ചെയ്യാറില്ലല്ലോ. പിന്നെ ഞങ്ങളുടെ എല്ലാ പടങ്ങൾക്കും യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അമേരിക്കന്നോ ഗൾഫിൽ നിന്നോ വരുന്ന ഏതെങ്കിലും വിഡ്ഢികളായിരിക്കും. മനസ്സിലായില്ല അലക്സേ, കേരളത്തിന് പുറത്തുള്ള പല പണച്ചാക്കുകൾക്കും താരാരാധന വളരെ കൂടുതലായിരിക്കും. അവരെ വളയ്ക്കാൻ എളുപ്പമാണ്. സരോജിന്റെ എന്റെയും പാർട്ണറാക്കാമെന്ന് പറയുമ്പോൾ അവനക്ക് ആവേശത്തോടെ വന്ന് ചാടും. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് അല്ല അവൻ. സാറ്റലൈറ്റ് ഓവർസീസ് ആദ്യമേ ഞങ്ങൾ ഇങ്ങനെ വാങ്ങും. പിന്നെ പടം പൊട്ടിയാലും വിജയിച്ചാലും ഞങ്ങൾക്ക് എന്ത്? അപ്പൊ അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് പടച്ചോന്റെ കയ്യില്. അപ്പോഴേക്കും വേറൊരു ആരാധക വിഡ്ഢി വന്ന് ഞങ്ങളുടെ വായിലാക്കപ്പെട്ടിരിക്കും. സിനിമ ഇങ്ങനെയുള്ള കള്ളക്കളികൾക്ക് ഉപയോഗിക്കുന്നത് ശരിയാണ്. അലക്സിന്റെ ലക്ഷ്യം എന്താ? കുറച്ച് നല്ല സിനിമകൾ അല്ലേ? തൽക്കാലം അത് മാത്രം ആലോചിച്ചാൽ മതി. മറ്റന്നാൾ യുറേക്ക ടിവിയുടെ അവാർഡ് പരിപാടിക്ക് സരോജ് കേരളത്തിൽ വരുന്നുണ്ട്. ഞാൻ കണ്ട് ഒന്നുകൂടി വിശദമായിട്ട് സംസാരിക്കാം. ഒരാശയ്ക്കും വേണ്ട. പിന്നെ ഞാൻ വിളിക്കാം. ഫ്ലൈറ്റിന് സമയമായി. ഓക്കെ, ഗുഡ് മോർണിംഗ് സാർ. ഇയാൾ ഓഫീസിലോട്ട് വാ. ഹലോ. ആ, ഞാൻ കുറച്ച് ദൂരെയാണ്. ഇപ്പം വരാനോ? വൈകുന്നേരം പോരെ? ആ, കാര്യം പറഞ്ഞു. ഹലോ, എവിടെ എത്തി? ഇത്ര വേഗം വന്നോ? ദാ വരുന്നു. ഞാൻ ലൊക്കേഷനിൽ ജയിൽ വേഷം ഇട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അർജന്റാന്ന് പറഞ്ഞപ്പോൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് പോരേണ്ടി വന്നു. 400 രൂപ പോയി കിട്ടി. അയ്യോ, അത് കഷ്ടായി പോയല്ലോ. പെട്ടെന്ന് അമ്മ വിളിച്ചത്. 10 സെന്റ് വാങ്ങാൻ നേറ്റയാള് എന്തോ അത്യാവശ്യത്തിന് ദുബായ് പോവാണത്രേ. അങ്ങനെ പിന്നെ 2 മാസം കഴിഞ്ഞാൽ മടങ്ങി വരും. സ്ഥലം വിൽക്കാൻ ധൃതി ഞങ്ങൾക്കാണല്ലോ. നീണ്ട കഥ വേണ്ട, ചെറുകഥയാക്കി പറയും. അങ്ങേര് പോകുന്നതിന് മുമ്പ് രജിസ്റ്റർ നടത്തണം. എന്ന് വെച്ചാ ചുരുക്കത്തിൽ ഞാൻ നാളെ അവിടെ എത്തണം. ഈ കഥയിൽ എന്റെ കഥാപാത്രം എവിടെയും വരുന്നില്ലല്ലോ. വരുന്നുണ്ടല്ലോ. എനിക്ക് നാട്ടിലെത്തണമെങ്കിൽ ട്രെയിനോ ബസ്സിനോ ടിക്കറ്റ് എടുക്കണ്ടേ? എന്റെ ഭാഗ്യത്തിന് അടുത്ത ഫ്രണ്ട്സിന്റെ കയ്യിലൊന്നും ആവശ്യത്തിനുള്ള കാശില്ല. 700 രൂപയെങ്കിലും വേണ്ടിവരും. ശ്യാം വേണം അത് ഒപ്പിച്ചു തരാൻ. ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു വ്യത്യാസം ഉണ്ടാവുമായിരുന്നില്ല. ഇന്നലെ ആയാലും ഇന്നായാലും ശ്യാം എവിടെന്നെങ്കിലും കടം വാങ്ങണ്ടേ? ചുമ്മാരി. ഇന്നലെ എന്റെ 2000 രൂപ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊരു ഫ്രണ്ടിന് കടം കൊടുത്തു. കേൾക്കാൻ നല്ല രസമുണ്ട്. എന്നിട്ട് അവൻ ഇന്നലെ തന്നെ തിരുപ്പതിക്ക് പോയി. എന്തിന്? തലമൊട്ടയടിക്കാനോ? ഓക്കെ, ഞാൻ വിശ്വസിച്ചു. തൽക്കാലം 700 രൂപ കിട്ടാൻ വല്ല വഴിയുണ്ടോ? അത് പറ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒരു വഴി തെളിഞ്ഞു വന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ വേറൊരു ഫ്രണ്ടിന് 1200 രൂപ കടം കൊടുത്തിരുന്നു. ഭാഗ്യത്തിന് അവനിപ്പോ ചെന്നൈ തന്നെ ഉണ്ട്. ഉടനെ വരാം. വെറും 10 മിനിറ്റ്.